അഘോരരുദ്ര മൂലമന്ത്രവും മന്ത്രസിദ്ധി വരുത്തുന്നതും പ്രയോഗവുമാണ്. അതുപോലെ തന്നെ ഒരു മന്ത്രാന്തരവും പറയുന്നതാണ് അഘോരാസ്ത്ര മന്ത്രം. മഹാദേവന്റെ പഞ്ചമുഖങ്ങളിൽ നടുവിലത്തേതാണ് അഘോരഭാവം. മറ്റുള്ള മുഖങ്ങൾ ഈശാനം, തത്പുരുഷം, വാമദേവം, സദ്യോജാതം എന്നിവയ്ക്ക് മറ്റ് 4 ഭാവങ്ങളായിട്ട് കരുതുന്നു. അഘോരഭാവത്തെ ആശ്രയിച്ചിട്ടുള്ള സങ്കല്പമായതുകൊണ്ടാണ് അഘോര ശിവൻ എന്നീ മൂർത്തിക്ക് പേര് ലഭിച്ചത്. തെക്കോട്ടാണ് ദർശനമെന്ന് പറയുന്നത്. അഘോര ഋഷി അനുഷ്ടുപ് ഛന്ദ അഘോരരുദ്രോ ദേവത. ധ്യാനം. സജലഘന സമാഭാം ഭീമദംഷ്ട്രം ത്രിനേത്രം ഭുജഗധരമഘോരം രക്തവസ്ത്രാംഗരാഗം പരശുടമരു ഖഡ്ഖാൻ ഖേടകമ്പാണചാപേ ത്രിശിക നരകപാലേ ബിഭ്രതിം ഭാവയാമി. അങ്ങനെയാ. ഓം ഹ്രീം സ്ഫുരസ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോരതര തനുരൂപ ചട ചട പ്രചട പ്രചട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഖാദയ ഖാദയ ഹും ഭട്ട് സ്വാഹ എന്നാണ് ഒരു മന്ത്രം. രണ്ടാമതൊരു മന്ത്രാന്തരം കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. ഓം ഹ്രാം ഓം ഹ്രീം ഓം ഹ്രൂം സ്ഫുര അഘോരരൂപായ രഥരഥ തന്ത്രതന്ത്ര ചട ചട കഹ കഹ മഥ മഥ ദഹനദാഹനായ ശ്രീ അഘോരാസ്ത്ര ജരമാരണ ഭയം ഹൂം ഹൂം ഭട്ട് സ്വാഹ എന്നാണ് ആ മന്ത്രം പറഞ്ഞിട്ടുള്ളത്. ഇനി എങ്ങനെ മന്ത്രം സിദ്ധി വരുത്താം എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കാം. വ്രതേന ധ്യാനേന ച സംയുക്ത ലക്ഷം ജപേത് ഹൃദയനാഭ്യക്തൈ തിലൈ ദശസഹസ്രം ജുഹായത് തഥ പൂജയേത് ഏവം മന്ത്രസിദ്ധി സദാ. അതായത് ഈ വ്രതത്തോടും ധ്യാനത്തോടും കൂടി